കൂടുതൽ പണം ഉണ്ടാക്കണമെന്നും സമ്പന്നരാകണമെന്നും ആഗ്രഹിക്കാത്തവർ വളരെ വിരളമായിരിക്കും. എന്നാൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ മിക്കവർക്കും സാധിക്കാറില്ല. എന്തുകൊണ്ട്? പല ആളുകളും പണമുണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടും ദാരിദ്ര്യത്തിലേക്ക് വീണു പോകുന്നു. എന്തായിരിക്കാം അതിന്റെ കാരണം? നിങ്ങളുടെ ചില ചിന്താഗതികളിൽ, സ്വഭാവങ്ങളിൽ, അതായത് മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും സമ്പന്നതയിലേക്ക് എത്തില്ല എന്ന് മാത്രമല്ല, ദാരിദ്ര്യത്തിലേക്ക് വീഴുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായും ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പന്നതയിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ചില ആളുകൾക്ക് പണത്തെ പറ്റിയുള്ള അഭിപ്രായം ഇങ്ങനെയൊക്കെയാണ്: പണം പിശാചാണ്, പണം ഉള്ളവന് മനസ്സമാധാനമില്ല, പണം ഉള്ളവന് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല, പണം ഉള്ളവന്റെ നേരെ ദൈവത്തിന്റെ കോപം ഉണ്ടാകും, പണം മനുഷ്യന്റെ നല്ല സ്വഭാവങ്ങളെ നശിപ്പിക്കും. ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ചിന്താഗതിയുള്ളവൻ ഒരിക്കലും പണക്കാരനാകില്ല എന്ന് മാത്രമല്ല, അവൻ ദാരിദ്ര്യത്തിലേക്ക് വീഴുകയും ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കുക, പണം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സംഗതിയാണ്. അത് നല്ല രീതിയിൽ ഉണ്ടാക്കുകയും നല്ല രീതിയിൽ ചിലവഴിക്കുകയും ചെയ്യണം എന്ന് മാത്രം. പണം സമ്പാദിക്കുന്നതോ പണക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്നതോ പണത്തെ സ്നേഹിക്കുന്നതോ ഒരു തെറ്റല്ല എന്ന സത്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. അറിയുക, പണത്തിനു പകരം പണം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ വരുമാനം ഉണ്ടാക്കുന്നത് ഒരൊറ്റ സോഴ്സിൽ നിന്ന് മാത്രമാണോ? അതായത് നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട്, ആ സാലറി മാത്രമാണ് നിങ്ങളുടെ ഏക വരുമാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ് ഉണ്ട്, അത് മാത്രമാണ് നിങ്ങളുടെ വരുമാന മാർഗം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം റബ്ബർ കൃഷിയുണ്ട്, അതിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് നിങ്ങൾക്ക് ആകെയുള്ളത്. ഈ സാഹചര്യം ഒട്ടും നന്നല്ല. ഇത് മതി, ഇത് മാത്രം മതി എന്ന ചിന്താഗതി അവസാനിപ്പിക്കുക. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പതുക്കെ എങ്കിലും വ്യത്യസ്തങ്ങളായ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക. അംബാനിക്ക് മാമ്പഴ കൃഷി മുതൽ പെട്രോൾ ബിസിനസ് വരെയുള്ള നൂറുകണക്കിന് വരുമാന മാർഗങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ ലോജിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ചില ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കുന്നു, അതിൽ നിന്നും പിശുക്കി മാത്രം ചിലവുകൾ നടത്തുന്നു, ബാക്കിയുള്ള പണം സമ്പാദിച്ചു വെക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ കറൻസി ആയിട്ട് സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഇങ്ങനെ സമ്പന്നരാകാം എന്ന് അവർ വിശ്വസിക്കുന്നു. വലിയ മണ്ടത്തരമാണിത്. അവർ പണം സേവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ സേവ് ചെയ്ത പണത്തെ വീട്ടിലോ ബാങ്കിലോ സൂക്ഷിക്കുകയല്ല വേണ്ടത്. ആ പണത്തെ പണിക്ക് വിടണം. ആ പണം നമുക്ക് വേണ്ടി പണം ഉണ്ടാക്കിക്കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമ്മൾ സമ്പന്നതയിലേക്ക് എത്തുകയുള്ളൂ. പണത്തെ പണിക്ക് വിടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമ്പാദ്യത്തെ ഏറ്റവും പ്രൊഫഷണലായി മികച്ച റിട്ടേൺ കിട്ടുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. അറിയുക, പണം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് ആയുധങ്ങളുണ്ട്. എന്നാൽ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും മികച്ച ആയുധം എന്ന് പറയുന്നത് പണം തന്നെയാണ്. ഏതൊരു സാധാരണക്കാരന്റെയും സാമ്പത്തിക ജീവിതത്തിലെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: ഇൻകം മൈനസ് എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുമാനത്തിൽ നിന്ന് ചെലവുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് സേവ് ചെയ്യാം എന്ന മെന്റാലിറ്റി. ആ മെന്റാലിറ്റി മാറണം. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ ഇക്വേഷൻ ഇങ്ങനെയാക്കി മാറ്റണം: ഇൻകം മൈനസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസസ്. അതായത് വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം ആദ്യം തന്നെ സേവ് ചെയ്യുക, ബാക്കിയുള്ളത് മാത്രമേ എന്തിനു വേണ്ടിയുള്ളൂ? എക്സ്പെൻസുകൾക്ക് വേണ്ടിയുള്ളൂ. മറക്കരുത്, സേവിങ്സ് ആയിട്ടിരിക്കരുത്. സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പണത്തിനെ പണിക്ക് വിടണം. ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു: എനിക്കൊന്നും ഒരിക്കലും സമ്പന്നനാകാൻ പറ്റില്ല, അതിനുള്ള കഴിവോ പ്രാപ്തിയോ എനിക്കില്ല, ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഈ ചിന്താഗതിക്കാർ ഒരിക്കലും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അറിയുക, മനസ്സിലാക്കുക, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിര സമ്പന്നരായിട്ടുള്ള ആളുകൾ വളരെ താഴ്ന്ന അവസ്ഥയിൽ നിന്നും കഠിന പ്രയത്നം കൊണ്ട് വളർന്നു വന്നവരാണ്. അവരുടെയൊക്കെ വിജയ കഥകൾ വായിക്കുക, കാണുക. അങ്ങനെ എപ്പോഴും ഒരു സെൽഫ് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക.
ഇനി മറ്റു ചില ആളുകളുണ്ട്, അവര് ഭാഗ്യം എന്ന സംഗതിയിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നു. ലോകത്തിലെ മനുഷ്യരുടെ എല്ലാ വിജയങ്ങളുടെ കാരണക്കാരൻ ഭാഗ്യമാണ് എന്നാണ് അവരുടെ പക്ഷം. മുകേഷ് അംബാനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനാകാൻ കാരണം എന്താണ്? ഭാഗ്യം. ഗൗതം അദാനി വൻ വ്യവസായിയായി മാറിയത് എന്തുകൊണ്ടാണ്? ഭാഗ്യം കൊണ്ട്. ഞാൻ വലിയ വ്യവസായിയോ സമ്പന്നനോ ആകാത്തത് എന്തുകൊണ്ടാണ്? ഭാഗ്യമില്ലാത്തത് കൊണ്ട്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം വിശ്വാസങ്ങൾ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തുകയുള്ളൂ. ലോട്ടറി അടിക്കുന്നത് പോലെയോ മറ്റ് ലക്കി ഡ്രോകളിൽ വിജയിക്കുന്നത് പോലെയോ അല്ല ജീവിതത്തിലെ വിജയങ്ങൾ എന്ന സത്യം അറിയുക. കഠിനാധ്വാനവും ലക്ഷ്യബോധവും പ്രൊഫഷണൽ ആയിട്ടുള്ള സാമ്പത്തിക സമീപനങ്ങളുമാണ് ഒരാളെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിപ്പെടുത്തുക എന്ന സത്യം മനസ്സിലാക്കി വെക്കുക. ചുരുക്കത്തിൽ സമ്പന്നരാകണമെങ്കിൽ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ ആദ്യം മാറ്റം വരുത്തേണ്ടത് വ്യക്തിയുടെ മൈൻഡ് സെറ്റിലാണ്, ചിന്താഗതിയിലാണ്. മൈൻഡ് സെറ്റിൽ ഉണ്ടാക്കിയെടുത്ത ഈ മാറ്റത്തെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുക, അതായത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് അടുത്ത പടി. നിങ്ങൾ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും, ദാരിദ്ര്യം നിങ്ങളെ വിട്ടൊഴിയുക തന്നെ ചെയ്യും. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.